ഹായ് ഹലോ ഗൈസ്, നിങ്ങളിൽ കുറച്ച് പേര് ചോദിച്ച ഹണിയുടെ ഹെയർ ഗ്രോത്തിന്റെ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. കുട്ടികളുടെ മുടിയിൽ നമ്മൾ അങ്ങനെ വലുതായിട്ട് ഹെയർ കെയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് കെയർ ചെയ്ത് കൊടുത്താൽ തന്നെ അവരുടെ മുടി വളരും. പിന്നെ ചില കുട്ടികൾക്ക് നമ്മൾ എന്തെല്ലാം ഹെയർ കെയർ ചെയ്ത് കൊടുത്താലും അവരുടെ മുടി വളരത്തില്ല. അപ്പം ഞാൻ ഫസ്റ്റ് പറയാമല്ലോ, ഹണിയുടെ മുടിയിൽ ഞാനിങ്ങനെ ഹെവി ആയിട്ടുള്ള ഹെയർ കെയറും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവളുടെ മുടി ഞാൻ നന്നായിട്ട് കെയർ ചെയ്യുമായിരുന്നു. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഹണിയുടെ മുടി ഡെയിലി വാഷ് ചെയ്യാറില്ല. ആഴ്ചയിൽ ഒരു 3 ദിവസമേ ഞാൻ ഹണിയുടെ മുടി വാഷ് ചെയ്യാറുള്ളൂ. ഹെയർ വാഷ് ചെയ്യുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാറുണ്ട്. അതും ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു ചരുവത്തിനകത്ത് വെള്ളം എടുത്തിട്ട് വേറൊരു കുഴിയലിനകത്ത് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കും. എന്നിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഈ കുഴിയൽ അതിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കും. അപ്പം നമ്മുടെ ആ ഓയിൽ ചെറുതായിട്ടൊന്ന് ചൂടാവും. അപ്പോൾ ആ ചെറിയ ചൂടോടുകൂടി ഞാൻ അവിടെ തലയിൽ ഇങ്ങനെ തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും. മസാജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ മുടി ഞാൻ താഴോട്ട് കുനിച്ചിട്ടിട്ടാണ് 5 to 10 മിനിറ്റ്സ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാറ്. അതായത് നമ്മൾ മുടി തണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഇട്ടിട്ട് നമ്മളിങ്ങനെ അടിയിൽ കൂടെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. അതായത് ഇങ്ങനെ കുനിച്ചിട്ട് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ടുണ്ടാവും, മുടിക്ക് നല്ല ഗ്രോത്തും ഉണ്ടാവും. ഈ ഹെയർ വാഷ് ചെയ്യുന്ന 3 ദിവസത്തിൽ ഒരു ദിവസം ഞാൻ ഷാമ്പു ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആഴ്ച ഒരു ദിവസം ഉറപ്പായിട്ട് നമ്മൾ ഷാമ്പുവോ താളിയോ ഉപയോഗിച്ച് നമ്മുടെ തലയിലെ അഴുക്ക് കഴുകിക്കളയണം. നമ്മൾ തലയിൽ ഒരിക്കലും സോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല. അത് കുട്ടികളുടെ തലയെന്നല്ല, മുതിർന്നവരുടെ തലയിലാണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും സോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഞാൻ ഹണിയുടെ തലയിൽ ഞാൻ യൂസ് ചെയ്യുന്ന എണ്ണയെന്ന് വെച്ചാൽ ഞാൻ തന്നെ കാച്ചിയ എണ്ണയാണ്. കറ്റാർവാഴയും നെല്ലിക്കയും കറിവേപ്പിലയും അതെല്ലാം കൂടിയിട്ട് കാച്ചിയ ഒരു എണ്ണയാണ് ഞാൻ ഹണിയുടെ തല യൂസ് ചെയ്യുന്നത്. ആ എണ്ണയുടെ റെസിപ്പി നിങ്ങൾ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ അതിൻ്റെ റെസിപ്പിയായിട്ട് വരുന്നതായി. ഇനി ഞാൻ ഹെയർ കട്ടിൻ്റെ കാര്യം പറയാം. ഹണിയുടെ മുടി ഞാൻ ഒരിക്കലും മാസം ഞാൻ ഹെയർ കട്ട് ചെയ്യാറില്ല. സത്യം പറയാലോ, നമ്മളങ്ങനെ മാസത്തിൽ ഹെയർ കട്ട് ചെയ്യേണ്ട കാര്യമേ ഇല്ല. ചിലവരുണ്ട് മുടിയുടെ മാസത്തിൽ തണ്ട് ഇത്ര ലെങ്തി വെച്ച് ഹെയർ കട്ട് ചെയ്യാറുണ്ട്. ഒരിക്കലും അങ്ങനെ കട്ട് ചെയ്യരുത്. കാരണം നമുക്കൊരു മാസം സത്യം പറഞ്ഞാൽ ഇത്രയും മുടിയൊക്കെ ചിലപ്പോൾ കിളിക്കത്തുള്ളായിരിക്കും. എന്നിട്ട് ഇവിടുന്ന് ഇവിടം വരെ മാസം തോറും നമ്മൾ കട്ട് ചെയ്താൽ പിന്നെ എങ്ങനെ നമുക്ക് ഹെയർ ഉണ്ടാവുന്നത്? മുടി എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ തുമ്പ് ഭാഗം ഉണ്ടല്ലോ, ഈ തുമ്പ് ഭാഗം ആ സ്പ്ലിറ്റ് ആയിട്ടുള്ള മുടി മാത്രം ചെറുതായിട്ടൊന്ന് ഞെറുക്കി കൊടുക്കും. അല്ലാതെ ഞാനിങ്ങനെ ഇത്രയും ഭാഗം വെച്ച് കയറ്റി തുമ്പ് വെട്ടി കൊടുക്കാറില്ല. ജസ്റ്റ് നമ്മൾ തുമ്പ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. പിന്നെ ഹണി ആർമി സ്കൂളിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു റൂളാണ് മുടി താഴെ വരെ പിന്നീട്ട് മടക്കി ഇങ്ങനെ മണ്ടയ്ക്കോട്ട് കെട്ടിവെക്കുന്നത്. അതുകൊണ്ട് തന്നെ കാറ്റും വെയിലും ഒന്നും കൊള്ളാതെ മുടി നല്ല പ്രൊട്ടക്റ്റ് ആയിട്ടിരിക്കും. അതും ഒരു കാര്യം തന്നെയാണ്. പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഹണിയുടെ മുടി ഞാൻ നന്നായിട്ട് പിന്നി മടക്കി കെട്ടി വെച്ച് കൊടുക്കും. പിന്നെ ഇത്രയൊക്കെ കുട്ടികൾക്ക് നമ്മൾ ഇത്രയൊക്കെ ഹെയർ കെയർ ചെയ്യുമ്പോൾ തന്നെ അവരുടെ മുടി നന്നായിട്ട് വളരും. പിന്നെ പുറത്തുനിന്ന് മേടിക്കുന്ന ഒരു ഹെയർ ഓയിൽസും ഞാൻ ഹണിയുടെ ഹെയറിൽ യൂസ് ചെയ്യാറില്ല. പുറത്തുനിന്ന് മേടിക്കുന്ന ഹെയർ ഓയിൽസ് ഒന്നും കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന അത്ര നല്ലതല്ല. ഞാൻ കാച്ചിയ എണ്ണ മാത്രമേ ഞാൻ ഹണിയുടെ ഹെയറിൽ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ തന്നെ ചെയ്യുമ്പോൾ തന്നെ കുട്ടികളുടെ മുടി നന്നായിട്ട് വളരും. അപ്പോൾ ഇത്രയുള്ള ഹണിയുടെ ഹെയർ കെയർ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.